പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുമുണ്ടായ അപ്രതീക്ഷിത ട്വിസ്റ്റുകൾക്കിടയിലൂടെയാണ് 18ാം ലോക്സഭയുടെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടന്നത്. മത്സരം ഒഴിവാക്കി ഓം ബിർളയ്ക്ക് സ്ഥാനാരോഹണം നടത്തുവാനുള്ള ശ്രമങ്ങൾ ആവും വിധം നടത്തി നോക്കിയിട്ടും BJP പരാജയപ്പെട്ടു. പ്രതിപക്ഷം കൊടിക്കുന്നിൽ സുരേഷിനെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചു. സ്പീക്കർ തെരഞ്ഞെടുപ്പ് വേളയിൽ വോട്ടെടുപ്പ് ആവശ്യപ്പെടാതെ പ്രതിപക്ഷം വിട്ടുവീഴ്ച ചെയ്തതും BJP അമ്പരപ്പിച്ചിട്ടുണ്ടാകാം. ബിർള വീണ്ടും സ്പീക്കറാകുമ്പോൾ മറ്റൊരു കണക്ക് കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. 17ാം ലോക്സഭയുടെ അവസാന സമ്മേളനത്തിൽ ഓം ബിർള സഭയിൽ നിന്നും പുറത്താക്കിയ 142 പ്രതിപക്ഷ MP-മാർ എന്തു ചെയ്യുന്നു? ഇതിൽ 52 പേരും തിരിച്ചെത്തി എന്നതാണ് യാഥാർത്ഥ്യം. പാർലമെന്റിൽ നിന്നും അയോഗ്യരാക്കിയ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും തൃണമൂൽ കോൺഗ്രസ് നേതാവ് മഹുവ മൊയ്ത്രയുമാണ് ഇതിൽ പ്രമുഖർ. രാഹുലിന്റെ വരവിന് ഇരട്ടി മധുരമാണ്. പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്കാണ് രാഹുൽ ഗാന്ധി ഇത്തവണ പാർലമെന്റിന്റെ പടി കടന്നെത്തിയത്. സ്പീക്കർ ചെയറിലേക്ക് ഓം ബിർളയെ ആനയിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും ചേർന്നുകൊണ്ടായിരുന്നു. ഇത് കോൺഗ്രസ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ആഘോഷമാക്കുകയാണ്. കഴിഞ്ഞ ലോക്സഭയുടെ ശീതകാല സമ്മേളനത്തിലായിരുന്നു പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷ MP-മാർക്കെതിരെ കടുത്ത നടപടി പരമ്പരയുണ്ടായത്. വിവിധ വിഷയങ്ങൾ ഉയർത്തി പ്രതിഷേധം നടത്തിയ MP-മാരെ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും രാജ്യസഭാ അധ്യക്ഷൻ ജഗ്ദീപ് ധൻകറും കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്തു. കേരളത്തിൽ നിന്നുമുള്ള എല്ലാ ലോക്സഭാ MP-മാർക്കും സസ്പെൻഷൻ ലഭിച്ചു. നടപടി നേരിട്ട പ്രതിപക്ഷ MP-മാരിൽ ഭൂരിപക്ഷത്തിനും വീണ്ടും ടിക്കറ്റ് ലഭിച്ചു. 52 പേരാണ് ജയിച്ച് പാർലമെന്റിലേക്ക് തിരിച്ചെത്തിയത്. സസ്പെൻഷൻ കിട്ടിയ 22 MP-മാർ ഇത്തവണ മത്സരിച്ചില്ല. DMKയുടെ M ഗണേഷ് മൂർത്തി മരിച്ചു. സസ്പെൻഷൻ നേരിട്ട 3 പ്രതിപക്ഷ MP-മാർ മറുകണ്ഠം ചാടി BJP പാളയത്തിലെത്തിയ മന്ത്രിമാരായി ലോക്സഭയിലെത്തിയതും കൗതുകം തന്നെ. ഇതിൽ പ്രധാനി പഞ്ചാബിലെ ലുധിയാനയിൽ നിന്നുമുള്ള രവനീത് സിംഗ് ബിട്ടുവാണ്. കോൺഗ്രസ് MP ആയിരുന്ന അദ്ദേഹം കഴിഞ്ഞ ലോക്സഭയിൽ BJPക്കെതിരെ ശക്തമായ പ്രതിഷേധമുയർത്തിയ നേതാവായിരുന്നു. എന്നാൽ ഇത്തവണ തെരഞ്ഞെടുപ്പിന് മുൻപ് കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് ബിട്ടു BJPയിലേക്ക് ചേർന്നു. BJP ടിക്കറ്റിൽ മത്സരിച്ച ബിട്ടു കോൺഗ്രസിനോട് പരാജയപ്പെടുകയായിരുന്നു. എന്നാലും അദ്ദേഹത്തെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യസഭ വഴി ബിട്ടുവിനെ പാർലമെന്റിൽ എത്തിക്കാനാണ് BJP നീക്കം. AAP വിട്ട് BJPയിലെത്തിയ സുശീൽ കുമാർ റിങ്കുവും സമാന രീതിയിലാണ് മന്ത്രിസഭയിലെത്തിയത്. ജലന്ധറിൽ നിന്നുമാണ് റിങ്കു മത്സരിച്ചത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയോട് പരാജയപ്പെട്ടെങ്കിലും റിങ്കുവിനെ BJP കേന്ദ്ര മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തി. മറ്റൊരാൾ ജാർഖണ്ഡിൽ നിന്നുമുള്ള ഗീത കോഡയാണ്. കോൺഗ്രസിൽ നിന്നും BJPയിൽ ചേർന്ന ഗീത സിംഗ്ഭൂം മണ്ഡലത്തിൽ നിന്നും മത്സരിച്ചുവെങ്കിലും പരാജയപ്പെട്ടു. എന്നിട്ടും BJP ഗീതയെ കേന്ദ്ര മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തി. പ്രതിപക്ഷത്തിരുന്നപ്പോൾ സർക്കാരിനെതിരെ ശബ്ദമുയർത്തിയതിൽ സസ്പെൻഷൻ കിട്ടിയതിൽ JDU MP-മാരും ഉണ്ടായിരുന്നു. രാജീവ് രഞ്ജൻ സിംഗ് അടക്കമുള്ള JDUവിന്റെ പ്രമുഖ നേതാക്കൾ സസ്പെൻഷൻ നേരിടേണ്ടി വന്നിരുന്നു. JDU NDAയിൽ തിരിച്ചെത്തിയതോടെ ലാലൻ സിംഗ് എന്നറിയപ്പെടുന്ന അദ്ദേഹം കേന്ദ്ര മന്ത്രിസഭയിൽ അംഗവുമായി.